നാട്ടുവോട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് സംസ്ഥാനത്ത് ഇന്ന് സമാപനം. നാടും നഗരവും നിറഞ്ഞ് 40 ദിവസം നീണ്ട പ്രചാരണത്തിന് വൈകിട്ടാണ് കലാശക്കൊട്ട്. അണികളിൽ ആവേശം നിറച്ച് കലാശക്കൊട്ട് പൊടിപൂരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. സംസ്ഥാനത്തെ 2,54,00,000 വോട്ടർമാർ മറ്റന്നാളാണ് വിധിയെഴുതുക. 24,000-ലേറെ പോളിംഗ് സ്റ്റേഷനുകൾ വോട്ടർമാരെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, ഇന്ന് കലാശക്കൊട്ടാണ്. ആവേശത്തിലായിരിക്കും മുന്നണികളും സ്ഥാനാർത്ഥികളും. ഇന്ന് തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾ എന്തൊക്കെയാണ്? ആര്യ, ഈ മൂന്ന് മുന്നണികളും ഒരുപോലെ ശക്തമായി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ദേശീയ തലത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യം കൈവന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കുന്ന ഒരാൾ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു എന്നതാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ കേരളത്തിലെ ഓരോ ജയപരാജയവും വലിയ വാർത്തയാവാനുള്ള സാധ്യതയുമുണ്ട്. അത്തരം ഒരു ദേശീയ ശ്രദ്ധ ലഭിച്ച തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും അതിശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കലാശക്കൊട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകരുടെ മുഴുവൻ ആവേശവും ഇളക്കിക്കൊണ്ട് എല്ലാ സാധാരണ പ്രവർത്തകർക്ക് ഇതുവരെയും വോട്ട് ആർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കാത്ത സാധാരണക്കാർക്ക് തോന്നണം ഈ മുന്നണിയാണ് ജയിക്കാൻ സാധ്യതയുള്ളത്. അത്രത്തോളം ആളുകളെ ഇറക്കിക്കൊണ്ട് അത്ര ആവേശം ഇറക്കിക്കൊണ്ടുള്ള പ്രചരണമാകും എല്ലാ പാർട്ടികളും പ്രധാനമായും നടത്തുക. തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത, തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങൾ എല്ലാ തവണയും UDFിൻ്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ AK ആന്റണിയുടെ റോഡ് ഷോ നടത്താറുണ്ട്. കഴിഞ്ഞ തവണയും നഗരമണ്ഡലങ്ങളിലാകെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4ഇടത്തും O രാജഗോപാൽ ഭൂരിപക്ഷം നേടിയപ്പോൾ 3 മണ്ഡലങ്ങളിലാണ് ശശി തരൂർ ഭൂരിപക്ഷം നേടിയത്. ഈ 3 മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷം കൊണ്ടാണ്, ഈ തീരദേശ മേഖലയിലെ ഈ 3 മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷം കൊണ്ടാണ് ശശി തരൂരിന് കഴിഞ്ഞ തവണ വിജയിക്കാനായത്. അതിലെല്ലാം നിർണായക ഘടകമായത് AK ആന്റണിയുടെ റോഡ് ഷോ തന്നെയായിരുന്നു. ഇത്തവണയും അതേ റോഡ് ഷോ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് UDF. അതിനോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ റോഡ് ഷോ കൂടി ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 9 മണി മുതൽ ഉമ്മൻചാണ്ടിയുടെ റോഡ് ഷോ വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് AK ആന്റണിയുടെ റോഡ് ഷോ. AK ആന്റണിയുടെ റോഡ് ഷോ കൊണ്ട് കഴിയുന്നതോടുകൂടി UDFിന് തീരദേശ മേഖലയിൽ ഒരു ഉണർവുണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ NDAയും കലാശക്കൊട്ട് നടത്തുന്നത്. കോൺഗ്രസിൻ്റെ റോഡ് ഷോയ്ക്ക് പുറമെ ഓരോ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രത്യേകം കലാശക്കൊട്ടും നടത്തുന്നുണ്ട്. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ചൂടിൽ സ്ഥാനാർത്ഥി പര്യടനങ്ങൾക്കൊപ്പം തന്നെ ഓട്ടത്തിലാണ് പാട്ടുവണ്ടികളും. സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പാട്ടുവണ്ടികൾ പര്യടനം നടത്തുന്നത്. നമ്മുടെ കൈപ്പത്തി ചിഹ്നത്തെ ഓർത്തിടണേ, തിരഞ്ഞെടുപ്പ് കാലമായതോടെ പാട്ടുവണ്ടികളും നിരത്തിൽ ഇടം പിടിച്ചു. സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നുള്ള അനൗൺസ്മെന്റ് വാഹനങ്ങൾ ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടുവണ്ടികളാണ് ഇപ്പോഴത്തെ താരം. സ്ഥാനാർത്ഥികളുടെ പേരും പാർട്ടിയും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇതുവരെ അനൗൺസ്മെന്റ് വാഹനങ്ങൾ പര്യടനം നടത്തിയിരുന്നത്. അനൗൺസ്മെന്റ് വാഹനങ്ങൾ ഓടുന്നതല്ലാതെ ജനങ്ങൾ അത് കാര്യമാക്കിയെടുക്കാറില്ല. അത് മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം കുറച്ചുകൂടി ആസ്വാദക രീതിയിലാക്കാൻ തീരുമാനിച്ചു. കലാശക്കൊട്ടിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും പാട്ടുവണ്ടികൾ പരമാവധി വേഗത്തിൽ എല്ലായിടത്തും സാന്നിധ്യം ഉറപ്പിക്കുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി MP രാജേഷിന്റെയും UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെയും പ്രചരണാർത്ഥമാണ് പട്ടാമ്പിയിൽ പാട്ടുവണ്ടി പര്യടനം നടത്തുന്നത്. സ്ഥാനാർത്ഥികളുടെ വാഗ്ദാനങ്ങളും മറ്റു പാർട്ടികളുടെ പോരായ്മകളും പാട്ടുരൂപത്തിലാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. പാട്ടുരൂപത്തിലുള്ള വോട്ടഭ്യർത്ഥന ജനങ്ങളും ആസ്വദിക്കുകയാണ്. ന്യൂസ് 18 പട്ടാമ്പി. പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കുമായി വിശ്രമമില്ലാതെ രാപ്പകൽ ശബ്ദിച്ച ഉച്ചഭാഷിണികൾ കൂടി ഇന്ന് വൈകുന്നേരത്തോടെ നിശബ്ദമാകും. വിഷുവും ഈസ്റ്ററും ഒക്കെ മാറ്റിവെച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിലായിരുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് സംഘങ്ങളും. സ്ഥാനാർത്ഥികൾ മാത്രമല്ല, ഉച്ചഭാഷിണികളും ഇത്തവണ വിവാദങ്ങളിൽപ്പെട്ടു. ജനാധിപത്യ മുന്നണിയുടെ മുന്നണി പോരാളി സഖാവ് P രാജീവ് ഇതുവഴി കടന്നു വരികയാണ്. ജ്വാലയായി മാറിയ സഖാവ് P രാജീവ് ഇതുവഴി കടന്നു വരികയാണ്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും സ്ഥാനാർത്ഥികളുടെ സന്ദേശവുമായി രാവും പകലും ചുറ്റുകയായിരുന്നു ഉച്ചഭാഷിണികൾ. വ്യക്തിപരമായി രാഷ്ട്രീയമുണ്ടെങ്കിലും ജോലിയിൽ അതൊന്നും നോക്കാറില്ലെന്ന് പറയുന്നു ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകൾ. നമുക്ക് രാഷ്ട്രീയമല്ല, ഇത് നമ്മുടെ ബിസിനസ്സാണിത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിലുള്ള വർക്ക് ചെയ്യാനും നല്ല രീതിയിലുള്ള സൗണ്ട് കിട്ടിക്കൊടുക്കാനും നമ്മൾ മുമ്പിലായിരിക്കുള്ളൂ. ചലച്ചിത്ര ഗാന പാരഡികളായും മാപ്പിളപ്പാട്ടുകളായും വിപ്ലവ ഗാനങ്ങളുമായുമൊക്കെ വോട്ട് തേടൽ ഇത്തവണയും ഉച്ചഭാഷിണികളിലൂടെ ഒഴുകിയെത്തി. കുട്ടനാടൻ മേഖലയിൽ വള്ളങ്ങളിലായിരുന്നു ഉച്ചഭാഷിണി പ്രചരണം.
പൊതുയോഗങ്ങളിലും ജാഥകളിലും മൈക്കുകൾ ഉപയോഗിക്കാൻ മുൻകൂർ അനുമതി വേണമെന്നതടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടുത്ത നിബന്ധനകൾക്കിടയിലായിരുന്നു ഇത്തവണ ശബ്ദപ്രചാരണം. കേരളമാകെ ശ്രദ്ധിച്ച ഒരു ഉച്ചഭാഷിണി വിവാദവുമുണ്ടായി. കാട്ടാക്കടയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ക്ഷേത്ര ഉച്ചഭാഷിണിയിൽ നാമജപം മുഴങ്ങിയതാണ് വിവാദമായത്. രാഹുൽ ഗാന്ധിയുടെ പത്തനംതിട്ടയിലെ പരിഭാഷകൻ PJ കുര്യനെ ചതിച്ചത് ഉച്ചഭാഷിണിയാണോ എന്ന ചർച്ചയും ഇത്തവണയുണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം നമ്മൾ കേട്ടത് ഈ ഉച്ചഭാഷിണിയിലൂടെയാണ്. ഇന്നത്തെ കൊട്ടിക്കലാശത്തോടെ ഇവ നിശബ്ദമാകും. ഇനി ഒരു മാസം കഴിഞ്ഞ് മെയ് 23-ന് വിജയാരവത്തിനായി ഉച്ചഭാഷിണികൾ വീണ്ടും സജീവമാകും. കൊച്ചിയിൽ നിന്ന് വിനീത വിജി, ന്യൂസ് 18. കേരളത്തിൽ ജോലി നൽകാത്ത സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യേണ്ടെന്ന പ്രിന്റിംഗ് അസോസിയേഷൻ കേരളത്തിലെ ആളുകളെ പരിഗണിക്കാതെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് സംബന്ധമായ ജോലികൾ നൽകി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യേണ്ടെന്നാണ് ഇവരുടെ തീരുമാനം. പ്രളയത്തിനു ശേഷം സാമ്പത്തിക പ്രതിസന്ധി മൂലം കേരളത്തിലെ വിവിധ തൊഴിൽ മേഖലകൾ നട്ടം തിരിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സംസ്ഥാനത്തെ പ്രിന്റിംഗ് വ്യവസായം വൻ പ്രതിസന്ധിയിലാണ്. എന്നാൽ കേരളത്തിലെ സാഹചര്യം ഉൾക്കൊള്ളാതെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രിന്റിംഗ് ജോലികൾ പല സ്ഥാനാർത്ഥികളും അയൽ സംസ്ഥാനങ്ങളിൽ പോയാണ് ചെയ്യുന്നത്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടേതടക്കം പ്രിന്റിംഗ് ജോലികൾ കേരളത്തിന് വെളിയിലാണ്. കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥ കണക്കിലെടുക്കാതെ ജോലികൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് നൽകിയ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകില്ലെന്നാണ് പ്രിന്റിംഗ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. വോട്ട് ബഹിഷ്കരിക്കുക എന്നുള്ളതല്ല പറഞ്ഞേക്കുന്നത്. കേരളത്തിന് ഉള്ളിൽ, അതായത് നമുക്ക് തദ്ദേശീയമായിട്ട് തൊഴിൽ തരുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുകയുള്ളൂ എന്നാണ് കേരള പ്രിന്റേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ പ്രിന്റിംഗ് ആണ് നടത്തുന്നത്. പ്രിന്റിംഗ് മേഖലയിൽ ജോലി നോക്കുന്ന 3 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജോലികൾ സഹായകരമാകുമായിരുന്നു. ഫ്ലക്സും നോട്ടീസും വാൾ പോസ്റ്ററുകളും അടക്കമുള്ളവയുടെ പ്രിന്റിംഗ് ലഭിക്കുന്നതോടെ വലിയ പ്രതിസന്ധികളെ മറികടക്കാമെന്ന പ്രിന്റിംഗ് തൊഴിലാളികളുടെ പ്രതീക്ഷ അസ്തമിച്ചതോടെയാണ് ഈ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. എറണാകുളത്തെ LDF സ്ഥാനാർത്ഥി P രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അണിചേർന്ന് സംവിധായകൻ ആഷിഖ് അബുവും നടൻ ഇർഷാദും. എറണാകുളം നഗരത്തിലെ വിവിധ കോളേജുകളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച റോഡ് ഷോയിലാണ് ഇരുവരും പങ്കെടുത്തത്. സുഹൃത്തും സഹപാഠിയുമായ രാജീവിനു വേണ്ടിയാണ് ഒരിക്കൽ കൂടി ഇവർ ഒത്തുചേർന്നത്. വിദ്യാർത്ഥി കാലഘട്ടത്തിലെ ഒരു തലമുറ സ്ഥാനാർത്ഥിക്കായി വോട്ട് ചോദിച്ച് തെരുവിലിറങ്ങിയപ്പോൾ ആവേശം അലതല്ലി. രാജീവിന്റെ സൗഹൃദ വലയത്തിലെ ഒരു വലിയ നിര തന്നെ റോഡ് ഷോയിൽ പങ്കുചേർന്നെങ്കിലും ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് സംവിധായകൻ ആഷിഖ് അബുവും നടൻ ഇർഷാദുമാണ്. സുഹൃത്തുക്കൾ ചേർന്ന് എറണാകുളത്തെ വോട്ടർമാരോട് രാജീവിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഡെമോൺസ്ട്രേഷനാണ്, ഒരു റോഡ് ഷോയാണ്. പ്രത്യേകിച്ച് ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്, ഇടതുപക്ഷ യാത്രികനാണ്. രാജ്യത്തിന്റെ മതേതരത്വവും അഖണ്ഡതയും ഭരണഘടനയും സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി ഉണ്ടാവണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി എന്നും എപ്പോഴും ഇടതുപക്ഷത്തോടെ കൂടെ ഉണ്ടാവും. പ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടെന്നും പഴയകാല സുഹൃത്തുക്കളുടെ സാന്നിധ്യം വലിയ ഊർജ്ജമാണ് പകർന്നു നൽകിയതെന്നും P രാജീവ് പറഞ്ഞു. ക്യാമ്പസ് ജീവിതത്തിന്റെ ഞങ്ങളുടെ സൗഹൃദം, വിവിധ ക്യാമ്പസുകളിൽ പഠിച്ചിരുന്ന ആളുകൾ, ആ സൗഹൃദത്തിന്റെ ആഴം പ്രകടിപ്പിക്കുന്ന ഒരു ഐക്യദാർഢ്യമാണ്. ന്യൂസ് 18 കൊച്ചി. കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികൾ. ഭൂരിപക്ഷത്തിന് തുല്യമായ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുമെന്നാണ് ഇടതു സ്ഥാനാർത്ഥി P രാജീവിന്റെ ഉറപ്പ്. MLA എന്ന നിലയിൽ തന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാവും ഫലമെന്ന് UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ പറയുന്നു. എന്തായാലും ഒന്നാമതെത്തുമെന്ന് ഉറപ്പിക്കുകയാണ് NDA സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം. വിജയിക്കും എന്നതിൽ ഇടതു സ്ഥാനാർത്ഥി P രാജീവിന് തെല്ലും ആശങ്കയില്ല. ഭൂരിപക്ഷം ലഭിക്കുന്ന ഓരോ വോട്ടിനും തുല്യമായി മരങ്ങൾ നടുമെന്ന് സ്ഥാനാർത്ഥിയുടെ ഉറപ്പ്. നമ്മൾ ജനങ്ങളിലേക്ക് പരമാവധി എത്തിച്ചേരാൻ ശ്രമിക്കുന്നു. എത്ര ഭൂരിപക്ഷം കിട്ടിയാൽ അത്രയും മരങ്ങൾ നടാനാണ് വിചാരിക്കുന്നത്. MLA ആയുള്ള 8 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാവും ജനവിധിയെന്ന് UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ. എന്നാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ MLA സ്ഥാനം രാജിവെക്കാനൊന്നും ഹൈബിയില്ല. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ അത് ഓരോരുത്തരുടെ നേച്ചറല്ല. ഞാൻ അങ്ങനത്തെ ചെയ്യുന്ന ആളല്ല. ഒന്നാം സ്ഥാനത്തെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനവും. കഴിഞ്ഞ 40 വർഷം IAS കളക്ടറായിരുന്നപ്പോഴും ഡൽഹി കമ്മീഷണറായിരുന്നപ്പോഴും അത് കഴിഞ്ഞ് എൻട്രൻസ് കമ്മീഷണറായിരുന്നപ്പോഴും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഒക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്, അത് കഴിഞ്ഞ് MLA ആയിരുന്നപ്പോഴും ലോകത്തിൽ തന്നെ എല്ലാവർക്കും ഒരു വിധത്തിൽ അസൂയപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് ചെയ്തിരിക്കുന്നത്. അതൊക്കെ കൊച്ചി ചെയ്യാൻ സാധിച്ചാൽ കൊച്ചി ശരിക്കും പറഞ്ഞാൽ വലിയൊരു അന്താരാഷ്ട്ര നിലവാരമുള്ള ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ പറ്റും, ഹബ്ബാക്കി മാറ്റാൻ പറ്റും. മണ്ഡലം ഇളക്കിമറിച്ച പ്രചാരണത്തിനൊടുവിൽ ആവേശം വാനോളമുയർത്തുന്ന കൊട്ടിക്കലാശത്തിനാണ് 3 മുന്നണികളും കാതോർക്കുന്നത്. ഒപ്പം നിശബ്ദമായ അടിയൊഴുക്കുകൾക്കും.
ന്യൂസ് 18 കൊച്ചി. കൊട്ടിക്കലാശത്തിന്റെ ദിവസത്തിലേക്ക് എത്തിയതോടെ ചാലക്കുടി മണ്ഡലത്തിൽ പ്രചാരണം താരപ്പകിട്ടാർന്നതായി. LDF സ്ഥാനാർത്ഥി ഇന്നസെന്റിനായി മെഗാസ്റ്റാർ മമ്മൂട്ടിയും KPAC ലളിതയും പ്രചാരണത്തിനിറങ്ങി. UDF BJP സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോകളും ജനശ്രദ്ധ പിടിച്ചുപറ്റി. നടൻ കൂടിയായ ഇന്നസെന്റിനായി ഇതുവരെ സിനിമാ രംഗത്തുള്ളവർ പ്രചാരണത്തിനെത്തിയില്ല എന്ന കുറവ് മെഗാസ്റ്റാർ തീർത്തു. പെരുമ്പാവൂരിലൂടെ കടന്നുപോയ റോഡ് ഷോയിലേക്ക് മമ്മൂട്ടിയുടെ വരവ് സസ്പെൻസായി. എന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ശ്രീ ഇന്നസെന്റിന് വിജയം ആശംസിക്കുന്നു. ഞാൻ ഈ വഴി കൂടെ പോയപ്പോൾ കണ്ടത് അദ്ദേഹത്തിന് എല്ലാ വിജയവും ആശംസിക്കുന്നു. ഇന്നസെന്റിന് ആശംസകൾ നേർന്ന മമ്മൂട്ടി മടങ്ങിയതിന് പിന്നാലെ KPAC ലളിതയും എത്തി. ആലുവ കേന്ദ്രീകരിച്ചായിരുന്നു UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ റോഡ് ഷോ. KSU പ്രവർത്തകരും UDFലെ യുവജന പ്രവർത്തകരുമായി വൈകിട്ട് അങ്കമാലി അത്താണിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ആലുവയിൽ സമാപിച്ചു. BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ കൊടുങ്ങല്ലൂർ മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു പ്രചാരണം. ചാലക്കുടിയിലാണ് LDF UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണ കൊട്ടിക്കലാശം. BJPയുടേത് അങ്കമാലിയിലും. പ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയതോടെ റോഡ് ഷോകൾ കൊണ്ട് നിറയുകയാണ് ചാലക്കുടി മണ്ഡലം. നാട്ടിടയ്ക്കുള്ള പ്രചാരണ പരിപാടികൾ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രധാന മുന്നണികൾ. ചാലക്കുടിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ചുട്ടുപൊള്ളുന്ന വെയിലിനെ പോലും വകവയ്ക്കാതെ മധുരയിലെ മേലൂരിൽ നിന്നുള്ള കറുപ്പയെയും ഭാര്യ ചിത്രയും പ്രചാരണവുമായി മൈലുകൾ താണ്ടുകയാണ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് വോട്ട് അഭ്യർത്ഥിച്ചാണ് ഈ യാത്ര. തമിഴ്നാട്ടിൽ സർവ്വസാധാരണമായ ഈ പഴയ മാതൃകയിലുള്ള സ്കൂട്ടറിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രവും വോട്ട് തേടിയുള്ള നോട്ടീസും കോൺഗ്രസ് പതാകയും വെച്ചാണ് ഇവരുടെ യാത്ര. ഓൾ ഇന്ത്യൻ ഗാന്ധിയൻ മൂവ്മെന്റിന്റെ ദേശീയ സെക്രട്ടറിയാണ് കറുപ്പയ്യ. ഭാര്യയാകട്ടെ സംഘടനയുടെ വനിതാ വിഭാഗം സെക്രട്ടറിയും. ഇക്കഴിഞ്ഞ 13-നാണ് ഇവർ മധുരയിൽ നിന്ന് യാത്ര തിരിച്ചത്. பல சட்டமன்றங்கள் பல பாராளுமன்றங்கள் உள்ளடங்கி வெற்றி வேட்பாளர் வயநாடிலே போட்டியிடுகிற ராகுல் காந்திஜி புண்ணிய வேட்பாளர் மண்ணுக்கு நாங்கள் வந்தடைந்திருக்கின்றோம். மிக்க மகிழ்ச்சியாக இருக்கின்றது, சந்தோஷமாக இருக்கின்றது. நிச்சயம் நேற்றைக்கு குலாம் நபி ஆசாத் அவர்கள் சொல்லுவது போல 5 லட்சம் ஓட்டு வித்தியாசத்திலே இங்கே வயநாடில் வெற்றி வரக்கூடிய வாய்ப்பு இருக்கிறது நாங்கள் பார்த்திருக்கின்றோம். മധുരയിൽ നിന്ന് പാലക്കാട് പെരിന്തൽമണ്ണ ആനക്കയം മഞ്ചേരി വഴിയാണ് മുക്കത്തെത്തിയത്. ഇതിനോടകം 280 കിലോമീറ്റർ ഈ സ്കൂട്ടറിൽ യാത്ര ചെയ്തു. വെള്ളിയാഴ്ച ഗുലാം നബി ആസാദിനെയും ഇന്നലെ മുഗൾ വാസ്നിക്കിനെയും നേരിട്ട് കണ്ടു. നെഹ്റു കുടുംബത്തോടുള്ള ഇഷ്ടവും ആരാധനയുമാണ് രാഹുൽ ഗാന്ധിക്ക് വോട്ട് തേടിയുള്ള യാത്രയ്ക്ക് ഇവരെ പ്രേരിപ്പിച്ചത്. ന്യൂസ് 18 മുക്കം. സ്വതന്ത്ര ഭാരതത്തിലെ എല്ലാ ജനാധിപത്യ വിധിയെഴുത്തുകളിലും വോട്ട് രേഖപ്പെടുത്താൻ ഭാഗ്യം ലഭിച്ചയാളാണ് നെടുമ്പാശ്ശേരി മേക്കാട് സ്വദേശി VN കുമാരൻ നായർ. 100 വയസ്സ് പിന്നിട്ടെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഇദ്ദേഹം. തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ആവേശവും മേക്കാട് സ്വദേശി VN കുമാരൻ നായരുടെ മുഖത്തുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ അഭിമാനവും. പ്രത്യേകിച്ച് രാഷ്ട്രീയ ആഭിമുഖ്യമൊന്നുമില്ല. എങ്കിലും ഇതുവരെ ഒരു വോട്ട് പോലും പാഴാക്കിയിട്ടില്ല. കഴിഞ്ഞയാഴ്ച 100 വയസ്സ് പിന്നിട്ട കുമാരൻ നായർ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. കരമടച്ച രസീതുമായി വോട്ട് ചെയ്ത കാലം മുതൽ തെരഞ്ഞെടുപ്പിലെ എല്ലാ യന്ത്രവൽക്കരണത്തിനും സാക്ഷിയായി. താൻ വോട്ട് ചെയ്യുന്നതോടൊപ്പം വീട്ടുകാരും വോട്ട് ചെയ്തിരിക്കണമെന്ന നിർബന്ധവും കുമാരൻ നായർക്കുണ്ട്. നല്ല ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് കുമാരൻ നായർ. ഞാൻ ഒരെണ്ണത്തിനും തടസ്സം വന്നിട്ടില്ല, എല്ലാത്തിനും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് 100 വയസ്സായി, എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും വോട്ട് ചെയ്യാതിരിക്കില്ല. ശാസ്താംപാട്ട് കലാകാരൻ കൂടിയായ ഇദ്ദേഹം മൈസൂരിലടക്കം ജോലി ചെയ്തിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിവസം എവിടെയാണെങ്കിലും നാട്ടിലെത്തി വോട്ട് ചെയ്യുമായിരുന്നു. ന്യൂസ് 18 നെടുമ്പാശ്ശേരി. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. അർദ്ധരാത്രി മുതൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കുരിശുമരണം വരിച്ച ക്രിസ്തു 3-ാം നാൾ പുനരുദ്ധാനം ചെയ്തതിന്റെ ഓർമ്മ പുതുക്കി പള്ളികളിൽ പാതിരാ കുർബാനയും പ്രത്യേകം പ്രാർത്ഥനകളും നടന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ കർദിനാൾ ബസേലിയോസ് മാർ ക്ലെമീസ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
പാളയം പള്ളിയിൽ നടന്ന പ്രാർത്ഥനകൾ ആർച്ച് ബിഷപ്പ് സൂസൈപാക്യത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. കൊച്ചി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് ബിഷപ്പ് ജോസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും ശേഷമുള്ള ഉയർപ്പിന്റെ സന്ദേശവുമായി എത്തിയ ഈസ്റ്ററിനെ പ്രാർത്ഥനയോടെയാണ് ക്രൈസ്തവ സമൂഹം വരവേറ്റത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ശ്യാംലാലിനോടൊപ്പം വിനീത വിജി, ന്യൂസ് 18. കണ്ണൂർ ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ പെരുമ്പടവ് ബസ് സ്റ്റാൻഡിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നതായി പരാതി. ശൗചാലയത്തിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് വൻതോതിൽ മാലിന്യം തള്ളുന്നത്. പെരുമ്പടവ് ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം തള്ളുന്ന ഇടമായി ബസ് സ്റ്റാൻഡ് പരിസരം മാറി. വലിയ കുഴി നിറയെ മാലിന്യം നിറഞ്ഞതോടെ കൊതുക് ശല്യം രൂക്ഷമായി. അഴുകിയ പച്ചക്കറികളുടെയും മാംസാവശിഷ്ടങ്ങളുടെയും ദുർഗന്ധം മൂലം മൂക്കുപൊത്തേണ്ട സ്ഥിതിയാണ്. തൊട്ടടുത്ത സർക്കാർ മൃഗാശുപത്രിയിലെയും ചികിത്സാ കേന്ദ്രത്തിലെയും ജീവനക്കാർ ദുരിതത്തിലാണ്. പൊതുജനങ്ങൾക്കായി സ്ഥാപിച്ച കുടിവെള്ള വിതരണ ടാപ്പും ഇതിന് സമീപമാണ്. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. ഇവൻ പെരുമ്പടവിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ നിരവധി വേസ്റ്റുകളും മാലിന്യങ്ങളും കൊണ്ടിടുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് പെരുമ്പടവ് ബസ് സ്റ്റാൻഡ്. തുടർന്ന് ഒരുപാട് കംപ്ലൈൻറ്റ് പോയിട്ടുണ്ടെങ്കിലും മദ്യക്കുപ്പികളും ലഹരികളും ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാ വേസ്റ്റുകളും പെരുമ്പടവുകാർ കൊണ്ടിടുന്നത് ഈ ബസ് സ്റ്റാൻഡിന്റെ പരിധിയിലാണ്. മാലിന്യം രാത്രികാലങ്ങളിലാണ് ഇവിടെ എത്തിക്കുന്നത്. മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാൻ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 കണ്ണൂർ. വർക്കല തൊടുവേ തോടും പമ്പിംഗ് സ്റ്റേഷനും കാടുകയറി നശിക്കുന്നു. കടുത്ത വേനലിൽ മേഖലയിൽ കുടിവെള്ള വിതരണം മുടങ്ങുമ്പോൾ ബദൽ സംവിധാനമായി പ്രയോജനപ്പെടുത്താവുന്ന പമ്പിംഗ് സ്റ്റേഷനാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത്. 1962 തൊടുവേ പദ്ധതിയിൽ നിന്ന് കുടിവെള്ള വിതരണം ആരംഭിച്ചത്. 2004 ഡിസംബറിൽ വാമർപുരം പദ്ധതിയിൽ നിന്ന് വർക്കല മേഖലയിൽ കുടിവെള്ള വിതരണം ചെയ്തു തുടങ്ങിയപ്പോൾ തൊടുവേ പമ്പിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം മന്ദീഭവിച്ചു. 2005 പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. പദ്ധതി നവീകരിച്ച് പ്രവർത്തനക്ഷമമാക്കാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അനുമതി ലഭിച്ചിരുന്നു. എന്നാൽ പമ്പിംഗ് സ്റ്റേഷന്റെ ചുറ്റുമതിൽ നിർമ്മാണം മാത്രമാണ് നടന്നത്. വർക്കലയുടെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ വാമനപുരം പദ്ധതി പര്യാപ്തമല്ലാത്ത സാഹചര്യത്തിലാണ് തൊടുവേ പദ്ധതി പുനരുജ്ജീവിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായത്. തൊടുവേ പദ്ധതി നവീകരിച്ച് കമ്മീഷൻ ചെയ്തിരുന്നുവെങ്കിൽ വർക്കല മേഖലയിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാകില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വർക്കലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം നിലച്ചിട്ട് 20 ദിവസത്തോളമായി. ജലസമൃദ്ധമായ കുളവും പമ്പിംഗ് സ്റ്റേഷനും നോക്കുകുത്തിയായി നിൽക്കുമ്പോഴാണ് നാട്ടുകാർ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നത്. ന്യൂസ് 18 വർക്കല. ചെരുപ്പ് തുന്നുന്നവർക്ക് ഏകീകരിച്ച പുനരധിവാസ മേഖല നൽകി വയനാട് മാനന്തവാടി നഗരസഭ. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭയാണ് മാനന്തവാടി. ആദ്യഘട്ടത്തിൽ 11 പേർക്കാണ് പ്രത്യേക ഇരിപ്പിടങ്ങൾ നൽകിയത്. ദേശീയ നഗര ഉപജീവന മിഷനിലൂടെ നഗരദാരിദ്ര്യം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. നഗരപരിധിയിലെ വഴിയോര കച്ചവടക്കാർക്കിടയിൽ നടത്തിയ സർവേയിൽ അർഹരായ വിവിധ മേഖലകളിൽ കച്ചവടം ചെയ്യുന്ന 217 പേർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകി. വർഷങ്ങളായി ചെരുപ്പുതുന്നലും മറ്റും നടത്തിയിരുന്ന 11 പേർക്കാണ് ഏകീകരിച്ച പുനരധിവാസ മേഖല സജ്ജീകരിച്ചിരിക്കുന്നത്. നീലയും വെള്ളയും നിറത്തിലാണ് ഇവർക്കുള്ള ഷെഡുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. തിരിച്ചറിയൽ കാർഡുകളും നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പദ്ധതിയായ NUML ആണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ജില്ലാ കുടുംബശ്രീ മിഷനാണ് നോഡൽ ഏജൻസി. 12 അംഗങ്ങളെ 4 പേരടങ്ങുന്ന 3 ഗ്രൂപ്പുകളായി തിരിച്ച് 50,000 രൂപയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ളത്. ചെരുപ്പ് തുന്നുന്നവർക്ക് വൃത്തിയുള്ള അന്തരീക്ഷവും സുരക്ഷിതത്വവും ഒരുക്കുക എന്നതുകൂടിയാണ് പദ്ധതിയുടെ ഉദ്ദേശ്യം. ന്യൂസ് 18 വയനാട്. ഇടുക്കിയിലെ ചിന്നക്കനാലിൽ തോട്ടം തൊഴിലാളികൾ സർക്കാർ ഭൂമി കയ്യേറി കുടിൽ കെട്ടുന്നു. 200ഓളം തോട്ടം തൊഴിലാളികളാണ് കുടിൽ കെട്ടി സമരം ചെയ്യുന്നത്. ഭൂരഹിതർക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ്, വിശദാംശങ്ങൾ. ഇന്ന് രാവിലെ 5 മണിയോടെയാണ് നൂറുകണക്കിന് വരുന്ന തോട്ടം തൊഴിലാളികൾ ചിന്നക്കനാൽ സൂര്യനെല്ലിയിലെ റവന്യൂ ഭൂമിയിലേക്ക് കുടിൽ കെട്ടി സമരം ആരംഭിച്ചിരിക്കുന്നത്. സർവേ നമ്പർ 34/1 പെട്ട 3 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് തോട്ടം തൊഴിലാളികൾ, ഭൂമിരഹിതരായിട്ടുള്ള തോട്ടം തൊഴിലാളികൾ ഇപ്പോൾ കുടിയേറിയിരിക്കുന്നത്. 185/77 നമ്പർ പട്ടയത്തിലുള്ള സ്ഥലം ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി കൈവശം വെക്കുകയും തുടർന്ന് 2010 ഈ സ്ഥലം റവന്യൂ ഭൂമിയാണെന്ന് പറഞ്ഞ ഈ പട്ടയം റവന്യൂ വകുപ്പ് റദ്ദ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ സ്ഥലം കയ്യേറുന്നതുമായി കയ്യേറ്റം നടത്തുന്നു എന്ന ആരോപണവും വ്യാപകമായി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് തോട്ടം തൊഴിലാളികളായിട്ടുള്ള 100 കണക്കിന് ആളുകൾ റവന്യൂ ഭൂമി സ്വകാര്യ കമ്പനി കൈയടക്കുന്നതിനെതിരെയും തങ്ങൾക്ക്
അതുപോലെ തന്നെ ഭൂമി ഇല്ലാത്ത തോട്ടം തൊഴിലാളികൾക്ക് ഭൂമി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് 100-150ഓളം കുടുംബങ്ങളായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് ഈ സ്ഥലത്തേക്ക് കയ്യേറി ഇപ്പൊ കുടിൽ കെട്ടിക്കൊണ്ട് ഇരിക്കുന്നത്. സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്. കുടിവെള്ളമില്ലാതെ ജനം നെട്ടോട്ടം ഓടുമ്പോൾ അടിമാലിയിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. ഒരാഴ്ച കൊണ്ട് ലക്ഷക്കണക്കിന് ലിറ്റർ ജലം പാഴാകുമ്പോഴും വാട്ടർ അതോറിറ്റി അധികൃതരോ അടിമാലി ഗ്രാമപഞ്ചായത്തോ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. അടിമാലി കുമളി ദേശീയപാതയിൽ പൊളിഞ്ഞ പാലത്തിന് സമീപമാണ് പൈപ്പ് പൊട്ടിയത്. ജലം റോഡിലൂടെ ഒഴുകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പാഴായിട്ടും അടിമാലി ഗ്രാമപഞ്ചായത്തും ജലവിഭവ വകുപ്പും അറിഞ്ഞ മട്ടില്ല. പൈപ്പ് പൊട്ടി 4 മാസമായി ജനങ്ങൾക്ക് യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. ബസ് പോകുമ്പോൾ വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്ന ആളുകളുടെ മേത്തേക്ക് ചെളിയും വെള്ളവും തെറിച്ച് പല യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അധികൃതരുടെ അടുത്ത് പല പ്രാവശ്യം വിളിച്ചു പറയുകയൊക്കെ ചെയ്തെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് പുരോഗമിക്കുമ്പോഴാണ് മറുവശത്ത് വെള്ളം പാഴാവുന്നത്. പ്രശ്നത്തിൽ ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.